റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇനി അടുത്ത നീക്കം എന്താണ്? ഈ യുദ്ധം എപ്പോഴാണ് തീരുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർക്കുണ്ട് എന്നറിയാം. യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ യുക്രൈനെ ലാൻഡ് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുക്രൈന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒഡേഷ തുറമുഖം അടങ്ങുന്ന പ്രദേശം കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ യുദ്ധത്തിൽ യുക്രൈന് പരാജയം രുചിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അങ്ങനെ വരൂ. കാരണം റഷ്യ ഇപ്പോൾ യുക്രൈന്റെ 30-40% സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒഡേഷ തുറമുഖം അടങ്ങുന്ന സ്ഥലം കൂടെയാണ് ഇനി പിടിച്ചെടുക്കാനുള്ളത്. ഇപ്പോൾ ഒഡേഷയ്ക്ക് സമീപം കപ്പലിൽ റഷ്യൻ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ കപ്പലിൽ റഷ്യ ആക്രമണം നടത്തിയ ശേഷം 10 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുക്രൈൻ ഡ്രോണുകൾ ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ മോസ്കോയിൽ തിരിച്ചടിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തതാണ്. തെക്കൻ യുക്രൈനിയൻ തുറമുഖ നഗരമായിട്ടുള്ള ഒഡേസയ്ക്ക് സമീപം ഒരു കപ്പലിന് നേരെയുണ്ടായ റഷ്യയുടെ ആക്രമണത്തിൽ കുറഞ്ഞത് 10 പേരാണ് മരിച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധത്തിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നായ കൈവിനെ ആക്രമിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം മോസ്കോയെ ആക്രമിക്കാൻ യുക്രൈൻ 100 കണക്കിന് ഡ്രോണുകളാണ് വിക്ഷേപിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും നമ്മൾ കൊടുത്തിരുന്നു. എന്തായാലും ഇന്ത്യ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു സംഘം ധാന്യം കയറ്റിയ ഗിനിയ ബിസാവു പതാകയുള്ള ഒരു കപ്പലിനെ റഷ്യ ആക്രമിച്ചതായി യുക്രൈൻ തുറമുഖ അതോറിറ്റി തിങ്കളാഴ്ച അറിയിച്ചു. 8 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ 10 ജീവനക്കാരുടെ ജീവൻ പൊലിഞ്ഞു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജൂലൈ മാസത്തിൽ മാത്രം ഒഡേഷയിൽ റഷ്യൻ ആക്രമണത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടതായി റീജിയണൽ ഗവർണർ ഒലെഗ് കിപ്പർ പറഞ്ഞിരിക്കുന്നത്. ജൂലൈ ആദ്യം മുതൽ ഒഡേസ മേഖല നിരന്തരമായ ഷെല്ലാക്രമണത്തിന് വിധേയമായിരുന്നു. ഈ മേഖലയിൽ 13 മുതൽ 15 വരെ വ്യോമാക്രമണം മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു എന്നാണ് കെപ്പർ യുക്രൈൻ ടെലിവിഷനോട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.